രസകരമായ ഒരു കഥയാണ് അറിയാൻ പോകുന്നത്. ഒബ്വിയസ്ലി ഇതൊരു ഹൊറർ സ്റ്റോറിയാണ്. പക്ഷെ ഈ കഥയിലുള്ള ഭയം അത്രയും വ്യത്യസ്തമായിരിക്കും, അത്രയും രസകരമായിരിക്കും. കേൾക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ത്രില്ല് തോന്നും, പക്ഷേ ഭയവും ഉണ്ടാകും. ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം അതൊട്ടും ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമല്ല. ലക്നൗ, അതെ, ഭക്ഷണത്തിനും സംസ്കാരത്തിനും പ്രശസ്തമായ ഒരു നഗരം. അവിടെ നല്ലതും സ്നേഹമുള്ളതുമായ ഒരുപാട് ആളുകളെ കാണാം. എല്ലാവരും ആദരവോടെ സംസാരിക്കും. എല്ലാം വളരെ മനോഹരമാണ് അവിടെ. പക്ഷേ ആ നഗരത്തിന്റെ തിരക്കിനിടയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ആശുപത്രി, അതെ, ഒരു ഹോണ്ടഡ് ഹോസ്പിറ്റൽ. പുറമെ നോക്കുമ്പോൾ സാധാരണ പോലെ തോന്നും, പക്ഷെ അകത്ത് അതൊരു ഭ്രാന്തൻ കുഴി പോലെ. അവിടെ മറ്റൊരു ലോകത്തിന്റെ ശബ്ദം തന്നെയുണ്ട്. പറയപ്പെടുന്നത് എന്തെന്നാൽ, രാത്രി ഒരു സമയം കഴിഞ്ഞാൽ അവിടെ ഈ രോഗികൾ വിശ്രമിക്കുമ്പോൾ വാതിൽ തട്ടുന്ന ഒരു ശബ്ദം കേൾക്കും. ആരാണതെന്ന് നോക്കാൻ ചെന്നാൽ അവിടെ ആരും കാണില്ല. പക്ഷെ ആ ശബ്ദം കേട്ട അടുത്ത നിമിഷം മുതൽ ഉറക്കം ഒരിക്കലും മടങ്ങിയെത്തില്ല. ആരാണത്? അതറിയണമെങ്കിൽ ഈ കഥ നിങ്ങൾ അവസാനം വരെയും കേൾക്കണം. ആദ്യം അതേത് ആശുപത്രിയാണെന്ന് നിങ്ങളോട് പറയാം. ലക്നൌവിലെ ബൽറാംപൂർ ഹോസ്പിറ്റൽ. ഗൂഗിളിൽ ചെന്ന് ലക്നൗ ഹോണ്ടഡ് ഹോസ്പിറ്റൽ എന്ന് തിരഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് കുറേയേറെ കാര്യങ്ങൾ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ കഥ അറിയേണ്ടതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു 10 പ്രാവശ്യമെങ്കിലും ചിന്തിക്കണം. ഇത്തരം ഹൊറർ സ്റ്റോറീസ്, മിസ്റ്റീരിയസ്, ഹിസ്റ്റോറിക്കൽ വീഡിയോസ് കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇതുവരെയും നന്നായി തോന്നിയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ലൈക്കും കമൻസും എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ്. ഇസ്മായിൽ ഷേഖ് 25 വയസ്സുള്ള ഒരു യുവ ഡോക്ടർ. തൻ്റെ പഠനങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. ഇപ്പോഴാണ് അവൻ ലക്നൌവിലെ ഈ ആശുപത്രിയിൽ തൻ്റെ ആദ്യ ജോലിയിൽ പ്രവേശിച്ചത്. അവൻ്റെ ജോലിയും വളരെ എളുപ്പമായിരുന്നു. മറ്റെല്ലാ ഡോക്ടർമാരെയും സഹായിക്കുക, അവർ പറയുന്ന എല്ലാം ചെയ്യുക, രോഗികളുടെ പരിശോധന സമയം തോറും നടത്തുക, മറ്റുള്ളവർക്ക് കഴിയാത്ത കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ഏറ്റെടുത്ത് ചെയ്യുക, അതെല്ലാം അവന്റെ ചുമതലയായിരുന്നു. ഇത് അവന്റെ ജീവിതത്തിലെ ആദ്യ ജോലി ആയതിനാൽ അവൻ അതിൽ അത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു. ഉത്സാഹത്തോടും ആകാംക്ഷയോടും കൂടി അവൻ ജോലി ചെയ്തു. അവൻ പറഞ്ഞത്, ഇതെല്ലാം നല്ലതുപോലെ പോവുകയാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്യും എന്നാണ്. ആദ്യ ദിവസം തന്നെ സ്റ്റാഫ്സ് എല്ലാവരും അവൻ ആശുപത്രി മുഴുവനും ഒന്ന് ചുറ്റിക്കാണിച്ചു. എല്ലാം നന്നായി പോവുകയായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി അവനൊരു പ്രത്യേക വാർഡിന് സമീപം എത്തിയപ്പോൾ സ്റ്റാഫിലെ ഒരംഗം പറഞ്ഞു, ഇവിടെ വരെയും നിങ്ങളുടെ സന്ദർശനം മതി, ഇനി നിങ്ങൾക്ക് ജോലി ചെയ്ത് തുടങ്ങാമെന്ന്. ഇപ്പോൾ ഇസ്മായിലിന് ഒരു ആശ്ചര്യം തോന്നി. അവൻ ചോദിച്ചു, നമ്മൾ ഈ വാർഡിനുള്ളിൽ പോയില്ലല്ലോ, അകത്ത് എന്താണുള്ളത്, നമുക്ക് പോകാമെന്നും പറഞ്ഞു. ഇതിന് ആ സ്റ്റാഫ് അംഗങ്ങളിൽ ഒരാൾ, അവളുടെ പേര് നീലിമ, അവൾ പറഞ്ഞത്, ഇസ്മായിൽ, അവിടെ പോകേണ്ടതില്ല, അവിടേക്കുള്ള വഴി നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ ഇവിടെ നിന്നും അകലെയായിരിക്കണം, അതാണ് നല്ലത് എന്ന്. ഇസ്മായിലിന് അതൊരു അതിശയമായി തോന്നിയെങ്കിലും അവൻ കൂടുതലൊന്നും ചോദിച്ചില്ല. അതേസമയം അവന്റെ ഷിഫ്റ്റും തുടങ്ങിയിരുന്നു. അവൻ രാവിലെ ആശുപത്രിയിലെത്തും. രാത്രി വളരെ വൈകിയേ മടങ്ങാറുള്ളൂ. ചില ദിവസങ്ങളിൽ രാത്രി സമയത്ത് പോലും എമർജൻസി കോൾ വരാറുണ്ട്. ചിലപ്പോൾ 24 മണിക്കൂറും അവൻ ആശുപത്രിയിലായിരിക്കും. പലപ്പോഴും അവൻ രോഗികളോടൊപ്പം ആശുപത്രിയിൽ തന്നെ ഉറങ്ങേണ്ട സാഹചര്യവും വരും. ദിവസങ്ങളോളം അവിടെ തന്നെ ആയിരിക്കും. എന്നാലും അവൻ ആ ജോലി വളരെയേറെ ഇഷ്ടപ്പെട്ടു. രോഗികൾക്കും ഡോക്ടർമാർക്കും സഹായം ചെയ്തുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ അവൻ പഠിച്ചു. അവിടെ എത്തിയ സ്റ്റാഫ്സ് എല്ലാവരെയും അവൻ പരിചയപ്പെടുകയും അവരും ഇസ്മായിലിനെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു. പുതിയ ഡോക്ടറാണ്, പക്ഷെ ബഹുമാനമുള്ളവനും നല്ല മനസ്സുള്ളവനും എന്നൊക്കെയായിരുന്നു എല്ലാവരും പറഞ്ഞത്. അവരിൽ ഒരാളായിരുന്നു ഈ നീലിമ. അതെ, നിങ്ങൾക്ക് നീലിമയെ അറിയാം. ആ വാർഡിന് സമീപം എത്തിയപ്പോൾ ഇസ്മായിലിന് ഒരു മുന്നറിയിപ്പ് നൽകിയ പെൺകുട്ടി അവൾ തന്നെയാണ്. അവളുമായി ഇസ്മായിൽ ഏറ്റവും നല്ലൊരു ബന്ധം തന്നെ വളർന്നു. അവർക്കിടയിൽ ഒരു വിശ്വാസവും അടുപ്പവും ഉണ്ടായി. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അറിയാത്തത് ആ ബന്ധം അവരെ എവിടേക്കാണ് എത്തിക്കുക എന്നതായിരുന്നു. ഇസ്മായിലിനും നീലിമയുമായുള്ള ഒരു ബന്ധം അത് സൗഹൃദത്തിനും അപ്പുറം ഒരു നിലയിലേക്ക് എത്തുകയായിരുന്നു. ഇരുവർക്കും ഒരു ആകർഷണം ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരേ സമയം പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, രാത്രി ഡിന്നർ കഴിക്കും, ഒരുമിച്ച് സമയം ചിലവഴിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അവർക്ക് ഷിഫ്റ്റ് വേറെ വേറെ ആയിരുന്നു. കാണാനും സമയം കിട്ടുന്നില്ല. അങ്ങനെ ഇരുവരും തീരുമാനിച്ചു, നമുക്കിനി കൂട്ടുകാരെന്ന നിലയിൽ മാത്രം ഇരിക്കാം, അതാണ് ശരിയെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇസ്മായിൽ ആശുപത്രിയിൽ ജോലി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഒരു ദിവസം അവന്റെ പേര് നൈറ്റ് ഷിഫ്റ്റിൽ ചേർത്തു. അവിടെ തന്നെയാണ് നീലിമയും ജോലി ചെയ്തത്.
അന്നത്തെ ദിവസം മുഴുവനും കഴിഞ്ഞു. അവന്റെ ഷിഫ്റ്റും അവസാനിച്ചു. പക്ഷെ അപ്പോഴാണ് അവൻ ചിന്തിച്ചത്, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, പക്ഷേ നീലിമ എവിടെയാണ്? അവളുടെ പേരും ഈ ഷിഫ്റ്റ് ലിസ്റ്റിൽ ഉണ്ടല്ലോ, പക്ഷെ അവളെ കാണുന്നില്ലല്ലോ. അവൻ അസ്വസ്ഥതയോടുകൂടി നടന്നു. അപ്പോ അവന്റെ കണ്ണ് പെട്ടെന്ന് ഓൾഡ് വാർഡിലേക്ക് പോയി. ആശുപത്രിയിലെ ഏറ്റവും പഴയ വാർഡ്. ആദ്യമായി ആ ആശുപത്രി തുടങ്ങിയതും അതേ വാർഡിൽ നിന്നാണ്. ഇപ്പൊ അവൻ ചിന്തിച്ചു, ശരിയായിരിക്കാം, നീലിമ ഒരു പക്ഷെ അവിടെ ആയിരിക്കാമെന്ന്. എന്നാൽ അപ്പോഴാണ് അവന് വീണ്ടും ഓർമ്മ വന്നത്. ആദ്യ ദിവസം നീലിമ തന്നോട് പറഞ്ഞിരുന്നു, ഇസ്മായിൽ ആ വാർഡിനുള്ളിലേക്ക് ഒരിക്കലും പോകരുത് എന്ന്. എങ്കിലും അവനിപ്പോൾ ചിന്തിച്ചു, ഒരു പക്ഷെ ഇന്ന് അവൾക്ക് അവിടെയാണ് ജോലിയെങ്കിലോ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൻ ആ വാർഡിന്റെ വാതിൽ വളരെ പതുക്കെ തുറന്നു. അകത്തു പോയപ്പോൾ രോഗികളും ഡോക്ടേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നീലിമ അവിടെ ഇല്ല. അവൾ എവിടെയും കാണുന്നില്ല. അവന്റെ ഡ്യൂട്ടിയും കഴിയാറായി. ഇപ്പൊ അവന്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് ഡോക്ടേഴ്സൊക്കെ അവനെ വിളിക്കാൻ തുടങ്ങി. ചില എമർജൻസി കേസുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് തിരികെ അവന്റെ ജോലിയിലേക്ക് പോകേണ്ടി വന്നു. ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടും അവൻ അവിടെ തന്നെ തങ്ങേണ്ടി വന്നു. സത്യത്തിൽ അന്നത്തെ ദിവസം അവന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. പൂർണ്ണമായും ക്ഷീണിച്ചു. കുറച്ചു നേരം വിശ്രമിക്കാമെന്നവൻ കരുതി. കാരണം ഇപ്പൊ പുതിയ രോഗികളൊന്നുമില്ല. അങ്ങനെ അല്പം മാറി ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് നടന്നു. ഒരു മുറിക്കടുത്തെത്തിയപ്പോൾ അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അകത്തൊരു രോഗി കട്ടിലിന്റെ കോണിൽ ചുരുണ്ടിരിക്കുകയാണ്. ഭയത്തോടുകൂടി വിറയ്ക്കുകയാണ്. ഇസ്മായിൽ ചോദിച്ചു, എന്താണ് ഭയപ്പെടുന്നത് എന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നേഴ്സുമാരെയും കാണുന്നില്ല. ഇപ്പോ ആ രോഗിയായ സ്ത്രീ വളരെ മന്ദമായി ചോദിച്ചു, നിങ്ങൾ ശരിക്കും ജീവനുള്ള ആളാണോ, അല്ലെങ്കിൽ അവരിൽ ഒരാളാണോ എന്ന്. ഇസ്മായിൽ അത് വലിയ ആശ്ചര്യമായി തോന്നി. അവരിൽ ഒരാളോ? അതെന്താണ് അർത്ഥം? ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഈ വാതിൽ തട്ടുന്ന 5ാമത്തെ വ്യക്തിയാണ് നീ. ഇതിനു മുൻപ് വന്നവർ മനുഷ്യരായിരുന്നില്ല. ഒരാൾ മതിലിലൂടെ ചാടി വന്നു. മറ്റൊരാൾ മെഡിക്കൽ ടൂളുകൾ എടുത്ത് എന്റെ സർജറി ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ നിലവിളിച്ചപ്പോൾ അവർ അപ്രത്യക്ഷരായി. ഇപ്പോ ഇസ്മായിലിന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവൻ വളരെ പെട്ടെന്ന് ചുറ്റും നോക്കി. അവിടെ CCTV ക്യാമറ ഉണ്ടായിരുന്നു. അവൻ ഉടൻ തന്നെ കൺട്രോൾ റൂമിലേക്ക് ഓടി. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. വളരെ പരിചയമുള്ള ഒരു ശബ്ദം. ഇസ്മായിൽ, അത് നീലിമയുടെ ശബ്ദമായിരുന്നു. അവൻ അതേ കോറിഡോറിലൂടെ ഓടി കൺട്രോൾ റൂമിന്റെ വാതിൽ തുറക്കാൻ പോകുന്ന ആ സമയം പെട്ടെന്ന് അവൻ നിന്നു. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ നീലിമ നിൽക്കുന്നുണ്ട്. അവൾ മറ്റൊരു ദിശയിലേക്ക് നടന്നു പോവുകയാണ്. ഇസ്മായിൽ അവളെ പിന്തുടർന്ന് ഓടി. കൺട്രോൾ റൂം, ആ കാര്യം അവന്റെ ശ്രദ്ധയിൽ നിന്ന് പൂർണ്ണമായും മാറി. അവന്റെ മുഴുവൻ ശ്രദ്ധയും നീലിമയായിരുന്നു. അവളെ ഫോളോ ചെയ്യണം. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കോറിഡോർ മുഴുവനും ഇരുട്ടായിരുന്നു. ആരും അവിടെ ഉണ്ടായിരുന്നില്ല. വീണ്ടും അവൻ നീലിമയെ പിന്തുടർന്നു. അവൾ ഒരു ഹാളിനുള്ളിലേക്ക് കയറി. ഇസ്മായിൽ ആ ഹാളിനുള്ളിലേക്ക് കയറി. അപ്പോൾ അവൻ കണ്ട കാഴ്ച, നീലിമ നഴ്സിന്റെ യൂണിഫോമിൽ, ഡോക്ടർമാർ അവരുടെ യൂണിഫോമിൽ. ഓപ്പറേഷൻ എന്തോ നടക്കുകയാണ്, എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇസ്മായിൽ അവരെ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. പുറത്തു നിന്നുള്ള ഡോക്ടേഴ്സിനെ ഈ ഓപ്പറേഷൻ ചെയ്യാനൊന്നും ആരും കടത്തിവിടാറില്ലല്ലോ. അവൻ ചിന്തിച്ചു തുടങ്ങി. ഉടനെ അവൻ അടുത്ത് ചെന്ന് നോക്കി. ഓപ്പറേഷൻ ബെഡിൽ ആരും തന്നെ ഇല്ല. അപ്പൊ പിന്നെ ഇവരെല്ലാം ആരെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇസ്മായിൽ ഇപ്പൊ വളരെ ഭയം തോന്നി. ഇപ്പൊ നീലിമ ഇസ്മായിലിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു വ്യത്യസ്തമായ വേദന പൂർണ്ണമായും പ്രകടമാകുന്നുണ്ട്. പറയാനാകാത്തൊരു ഭയം. ഇസ്മായിൽ അവളുടെ യൂണിഫോമിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവളുടെ യൂണിഫോമിൽ രക്തക്കറയുണ്ട്. ഡോക്ടർമാരുടെ വെളുത്ത കോട്ടിലും രക്തക്കറ. എല്ലായിടത്തും രക്തം മാത്രം. അവൻ ഈ ദൃശ്യങ്ങളൊന്നും പ്രോസസ് ചെയ്യാനേ സാധിച്ചില്ല. അവളുടെ വേദന കണ്ടപ്പോൾ തന്നെ അവൻ പെട്ടെന്ന് വന്ന വാതിലിലേക്ക് തിരികെ നടന്നു. വാതിൽ പെട്ടെന്ന് അടച്ചു. പക്ഷെ അവൻ വീണ്ടും ആ വാതിൽ തുറന്നു. എന്നിട്ട് പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇപ്പോൾ ആ ഹാളിനുള്ളിൽ ഒന്നും തന്നെ ഇല്ല. വെറും അന്ധകാരം മാത്രം. ചില ഓപ്പറേഷൻ ടൂൾസും സ്ട്രക്ചറും മാത്രമേ ഉള്ളൂ. ഈ സമയം ഒന്നും ചിന്തിച്ചില്ല. അവൻ നേരെ ഓടി. നേരത്തെ അവൻ കണ്ട ആ രോഗിയുടെ മുറിയിലേക്ക് ഓടി. എന്നാൽ അവിടെയും ഇപ്പോൾ ആരുമില്ല. അന്ധകാരം. തീർത്തും ഹൃദയഭീതി ഉണ്ടാക്കുന്ന ഒരു മുറി മാത്രം. പിന്നീട് ഇസ്മായിൽ CCTV ഫുട്ടേജ് റൂമിലേക്ക് ഓടി. അവിടെ സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നു. അയാളോട് പറഞ്ഞു, ഓൾഡ് വാർഡ് 2nd ഫ്ലോറിലെ ഫുട്ടേജ് കാണണം എന്ന്. ഈ സമയം സുരക്ഷാ ജീവനക്കാരൻ ചോദിച്ചു, സാർ നിങ്ങൾ ഓക്കെയാണോ? ആ ഫ്ലോർ ഫുട്ടേജ് അങ്ങനെ ആരും ചോദിക്കാറില്ല, ആരും കാണാനും ആഗ്രഹിക്കാറില്ല എന്ന്. ഇപ്പോൾ ഇസ്മായിൽ പറഞ്ഞു, ഞാൻ വളരെ സമയമായി അവിടെ തന്നെയായിരുന്നു. എനിക്ക് നല്ല ക്ഷീണം. അവിടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഞാൻ നീലിമയെ കണ്ടു. അവൾ ആ വാർഡിലെ കോറിഡോറിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളൊരു മുറിയിലേക്ക് കയറി. അവിടെ എന്തൊക്കെയോ ഓപ്പറേഷൻ നടക്കുകയായിരുന്നു. എല്ലാവരുടെ ദേഹത്തും രക്തമുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വാതിലടഞ്ഞു. എന്നിട്ട് പിന്നെ ആരെയും കാണുന്നില്ല. സത്യത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പ്രോസസ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് CCTV ഫുട്ടേജ് കാണണമെന്നും പറഞ്ഞു. ഇപ്പോൾ സുരക്ഷാ ഗാർഡ് ചോദിച്ചു, നീലിമയോ? നിങ്ങൾ ആ നഴ്സിനെ കുറിച്ചാണോ പറയുന്നത്?
അവിടെ ഉണ്ടായിരുന്ന ആ നഴ്സ് ഇസ്മായിൽ പറഞ്ഞു, അതെ അതെ, ആ നഴ്സ് തന്നെയാണ്. ഇതിന് ഗാർഡ് പറഞ്ഞു, സാർ 2 ദിവസം മുൻപ് അവൾക്കൊരു അപകടം സംഭവിച്ചു. പഴയ വാർഡിലേക്കാണ് കൊണ്ടുപോയത്, രക്തത്തിൽ കുളിച്ച്. നഴ്സ് യൂണിഫോമിൽ. ഡോക്ടർമാർ ഒരുപാട് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ മരിച്ചു. ഒരു പക്ഷേ നിങ്ങൾ കണ്ടത് നീലിമയെ ആയിരിക്കില്ല സാർ. നിങ്ങൾ ശരിക്കും കണ്ടതാണോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഇസ്മായിൽ ചിന്തിച്ചു, അപ്പോൾ ഞാൻ കണ്ടതെല്ലാം മിഥ്യയാണോ? സുരക്ഷാ ഗാർഡിനെ നോക്കി അവൻ ഒന്നും മിണ്ടാതെ നിന്നു. ഇപ്പൊ സുരക്ഷാ ഗാർഡ്, ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ CCTV ഫുട്ടേജ് കാണിക്കാം, പക്ഷെ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങളുടെ മേലായിരിക്കും വരിക എന്ന്. ഫുട്ടേജ് ഓണായപ്പോൾ ഇസ്മായിൽ ഓരോ ഫ്രെയിമായി പരിശോധിച്ചു. എല്ലാം ഇരുട്ട് മാത്രം. ആ വാർഡിലേക്ക് അയാൾ ആദ്യമായി കയറിയപ്പോൾ കണ്ട രോഗികൾ, ഡോക്ടേഴ്സ് ഇപ്പോൾ ഒന്നും തന്നെ ഫുട്ടേജിലില്ല. സ്ട്രക്ചറുകൾ സ്വയം ചലിക്കുന്നു. ഓപ്പറേഷൻ ടൂൾസ് എല്ലാം തള്ളിമറിഞ്ഞ് വീഴുന്നു. വാതിൽ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ ആരുമില്ല, മനുഷ്യരാരും ഇല്ല. പക്ഷെ ഇസ്മായിലിന് താൻ കണ്ട കാര്യങ്ങളിൽ നിശ്ചയമുണ്ടായിരുന്നു. മനുഷ്യരില്ല, പക്ഷെ അവിടെ മരണമുണ്ടായിരുന്നു. അവൻ വീണ്ടും ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന്. ഇപ്പൊ ഗാർഡ് വിശദീകരിച്ചു, ഈ വാർഡ് അടച്ചതിന് കാരണം തന്നെ ഇതാണ് സാർ. ഈ ഒരു വാർഡിനെ ഖബർസ്ഥാനത്തിന് മുകളിൽ നിർമ്മിച്ചതാണ്. പലർക്കും ഇവിടെ വേദനയോടുകൂടിയ മരണം സംഭവിച്ചിട്ടുണ്ട്. അവരെ ഇവിടെയാണ് മറവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉള്ളവരിൽ ഡോക്ടേഴ്സും നേഴ്സുമാരും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ ആശുപത്രി സ്വാതന്ത്ര്യത്തിന് മുൻപ് നിർമ്മിച്ചതാണ്. ഇതിന്റെ ചുറ്റുപാടും വേദനയോടുകൂടിയ മരണങ്ങൾ ഒരുപാട് ഒളിഞ്ഞു കിടപ്പുണ്ട്. അവിടെ മരിച്ച ആളുകളുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും ഈ ഓൾഡ് വാർഡിലേക്ക് പോകാൻ അനുവദിക്കാറില്ല. മനുഷ്യരാരും ആ വാർഡിൽ കയറിയിട്ടേയില്ല. അവർക്ക് ജീവനിൽ ആഗ്രഹമുണ്ട്. ഒരിക്കൽ കൂടെ നിങ്ങൾ ആ വാർഡിൽ കയറുകയാണെങ്കിൽ മരണം നിങ്ങളെയും പിടികൂടുമെന്ന്. ഇവിടെ രാത്രികാലങ്ങളിൽ അമാനുഷികമായ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. ഇത് ഇവിടെയുള്ള ഡോക്ടേഴ്സിനും നഴ്സുമാർക്കൊക്കെ അറിയാം. രാത്രികാലങ്ങളിൽ വാതിൽ തട്ടുക, പോയി നോക്കുമ്പോൾ ആരും കാണാറില്ല, ഒരുപാട് അലർച്ച കേൾക്കുക, രോഗികൾ കരയുന്നത് പോലെ, ചിരിക്കുന്നത് പോലെ പല ശബ്ദങ്ങൾ കേൾക്കാം, പ്രധാനമായും രാത്രി, അതും ഈ ഓൾഡ് വാർഡിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ആരും അത് അധികം ശ്രദ്ധിക്കാറില്ല. നിങ്ങളും അത് ശ്രദ്ധിക്കേണ്ട സാർ. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോയിക്കൊള്ളുവെന്ന് ഗാർഡ് പറഞ്ഞു. ഇസ്മായിൽ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോയി. പിന്നീട് അവന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. ഞാൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു, പക്ഷെ അവൾ മരിച്ചു. അവളുടെ ആത്മാവ് ഇപ്പോഴും അതേ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഇസ്മായിൽ ആ ആശുപത്രിയിൽ തുടർന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചില്ല. ഒരു പക്ഷേ വീണ്ടും അവൻ ആശുപത്രിയിൽ പോയിട്ടുണ്ടാകാം. താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ ആത്മാവിനെങ്കിലും കാണാൻ ഒരു പക്ഷെ ഓൾഡ് വാർഡിലേക്ക് കയറിയിട്ടുണ്ടാകാം. അതിനെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ല. സത്യത്തിൽ ആ ഒരു ആശുപത്രി ജനനത്തിന്റെയും മരണത്തിന്റെയും സ്ഥലമാണ്. ആ ആശുപത്രിയുടെ 75% ഭാഗവും സങ്കടത്തിലും വേദനയിലും നിറഞ്ഞിരിക്കുകയാണ്. ഈ ഹോണ്ടഡ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ, ഏതെങ്കിലും ഒരു രൂപത്തെ കണ്ടാൽ തിരിഞ്ഞു നടക്കുക. ഒരിക്കലും വീണ്ടും അവരെ നോക്കാൻ ശ്രമിക്കരുത്. നിങ്ങളും അപകടത്തിൽപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള ഹൊറർ, മിസ്റ്റീരിയസ്, ഹിസ്റ്റോറിക്കൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൊറർ സ്റ്റോറീസ് ഒരുപാട് ദിവസമായി ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കമൻസിലൊക്കെ നമുക്ക് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. മുൻപ് നമ്മൾ ഒരുപാട് ഹൊറർ വീഡിയോസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതലായും ക്രൈംസ് ആണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ പലരും ഹൊറർ വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ അടുത്തടുത്ത് ഹൊറർ വീഡിയോസ് വരുന്നതായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് തരിക. വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ ചാനലിനെ കൊണ്ടെത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.